എല്ലാ തെരഞ്ഞെടുപ്പിലും വീറുറ്റ പോരാട്ടം കണ്ടുള്ള മണ്ഡലമാണ് തൃശ്ശൂർ. അപ്രതീക്ഷിത മുന്നേറ്റങ്ങളും വൻ മരങ്ങൾ കടപുഴകി വീഴുന്നതും ഒക്കെ ഈ തൃശ്ശൂരുകാർ കണ്ടിട്ടുണ്ട്. തലമുറകളുടെ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു 24മായി 109 വയസ്സുള്ള ജാനകിയമ്മ. അമ്മോ പഠിക്കുവാൻ പോകുന്നല്ലേ പൊട്ടം മലയാളി പൂവൽക്കാരങ്ങള് പുസ്തകക്കെട്ടും കൂടെയുമായി 8 വയസ്സായോ റോമേന പെൺകുട്ടി പെട്ടെന്നു മുറ്റത്തിറങ്ങിയപ്പോ 5 തലമുറകളുടെ മുത്തശ്ശി, തൃശൂരിലെ ഏറ്റവും പ്രായമുള്ള വോട്ടർ. 1951 തിരുവിതാംകൂർ കൊച്ചി നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ജാനകിയമ്മ ആദ്യമായി വോട്ട് രേഖപ്പെടുത്തിയത്. 1914 മണലൂരിലെ തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു. 3ാം തരം വരെ പഠിച്ചു. ചെറുപ്രായത്തിൽ തന്നെ പാലാഴിയിലെ ചകിരി നിർമ്മാണശാലയിൽ തൊണ്ടു തല്ലാൻ പോയി. 100 തൊണ്ട് തല്ലിയാൽ 10 അണ കൂലി. കമ്മ്യൂണിസ്റ്റുകളുടെ നേതൃത്വത്തിൽ കൂലി വർധനവിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭം ജാനകിയമ്മ ഓർക്കുന്നു. കൂലി കൂടുതൽ വേണമെന്നായിരുന്നു. ഇന്ന് 100 തങ്ങിയത് ശൈലി അല്ലത് 10 അണയുള്ള സമരത്തിനും പോയി. പിന്നെ ജയിലിൽ പിടിച്ചിട്ടായി. കുറേ പെൺകുട്ടികൾ ഒരുമിച്ച് നശിച്ചു പോയി. നേതാക്കൾക്കൊപ്പം ജാനകിയമ്മയും ദിവസങ്ങളോളം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. സമരപ്പന്തലിലേക്ക് EMS വന്നതോർക്കുമ്പോൾ ജാനകിയമ്മയ്ക്ക് ആവേശം. EMSനെ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ അവിടെ വന്നിട്ടുണ്ട്. ഔ ഇതൊരു നല്ല സ്വഭാവമാണ് EMS. അന്നു മുതൽ ഇന്നുവരെ വോട്ട് ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷത്തിനു മാത്രം. ഇത്തവണയും അങ്ങനെ തന്നെ എന്ന് പറയുമ്പോഴും പെൻഷൻ വൈകിയതിലൊക്കെ ചില്ലറ പരിഭവമുണ്ട് ജാനകിയമ്മയ്ക്ക്. പെൻഷൻ കൊടുക്കാത്ത കാരണം വോട്ട് കുറവും. ഞാൻ വോട്ട് ചെയ്യും, അത് കാര്യം വേറെ. എത്ര ആളുകളും മരുന്ന് മേടിക്കേണ്ട ആളുകളോ കാശില്ല. 8 മാസമായി പെൻഷൻ കൊടുത്തിട്ട്. ഞാൻ ചെയ്യും. ഇതുവരെ എത്ര തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞെന്ന് ഓർമ്മയില്ല. പക്ഷേ ഓർമ്മയിൽ ഒരിക്കൽ പോലും മനഃപൂർവ്വം സമ്മതിദാനാവകാശം വിനിയോഗിക്കാതിരുന്നിട്ടില്ല ജാനകിയമ്മ. ഇതുവരെയും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുടങ്ങാതെ വോട്ട് ചെയ്തിട്ടുണ്ട് ജാനകിയമ്മ. ഇക്കുറിയും ആ പതിവ് തെറ്റിക്കില്ലെന്നാണ് പറയുന്നത്. ആർക്ക് വോട്ട് ചെയ്യണമെന്നതിലടക്കം കൃത്യമായ തീരുമാനമുണ്ട് ജാനകിയമ്മയ്ക്ക്. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24. നമ്മുടെ അമ്മച്ചി ഇത്തവണ വോട്ട് ചെയ്യും എന്നുള്ളത് വലിയ കാര്യമാണ്. എത്ര തലമുറകളുടെ വോട്ടാണ് അമ്മച്ചി കണ്ടത്.